വൈകുന്നേരത്തിനോട് പൊട്ടിച്ചോളോ. കൃഷ്ണ, എന്ത് രസാ നിന്നെ കാണാ. വെറുതെ അല്ലാട്ടോ നൂറുകണക്കിന് ആളോളം മണിക്കൂറോളം കാത്തുനിന്ന് നിന്നെ തൊഴാൻ വരണേ. മനുവേട്ടനോ? അപരിചിതനല്ലാത്തോണ്ട് അടുക്കളപ്പുരയിൽ എന്താ കാര്യം ചോദിക്കുന്നില്ലേ ഞാൻ. മനുവേട്ടന് അപ്പുവേട്ടനെ കാണാൻ വന്നതാവൂലേ. എന്നാ നേരത്തെ സാധാരണ മൂട്ടിൽ വീട് തെറ്റിയ തട്ടിക്കൊട്ടി കിടന്നിറങ്ങുന്ന ആളുടെ അപ്പുവേട്ടൻ. അതുകൊണ്ട് പഠിത്തൊന്നും നിൽക്കുന്ന എനിക്ക് തോന്നണില്ല. അതിനിങ്ങനെ അപ്പുവേട്ടനെ കാണാൻ വന്നതല്ലെങ്കിലോ? പിന്നെ ഇഡ്ഡലി ഇഷ്ടായിന്നുണ്ടെങ്കിൽ 2 കൂടി എടുത്തു. ഇഡ്ഡലി ഉണ്ടാക്കിയ ദോശ മതി, ദോശ ഉണ്ടാക്കിയ ഇഡ്ഡലി മതി. ഇഷ്ടാണോ? എന്ത്? ഇഡ്ഡലി ഇഷ്ടാണോ? എനിക്ക് ദോശ ഇഡ്ഡലി ഒക്കെ ഇഷ്ടമാണ്. പോയേ ഞാൻ പോക്കോളാം. പക്ഷെ എനിക്ക് തന്നെ ഒത്തിരി ഇഷ്ടം. ആരാത്? അത് മണിക്കുട്ടിയാ. ഇഡ്ഡലി വെച്ച് വന്നതാ. അത് ഇഡ്ഡലി കഴിക്കാൻ തുടങ്ങിയ നീയും നിന്റെ ഒരു പൂച്ചി. ഞാൻ ഇനിയും വരും. വേഗം കളിക്കോ. ഇനി ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്ന് ഡ്രസ്സ് മാറാത്തതിനാവും നമ്മുടെ അടുത്ത അംഗം. മോർണിംഗ് തന്നെ ശശി സാറിൻ്റെ ക്ലാസ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ വന്ന ഉടനെ തന്നെ ചോദ്യം ചോദിക്കൂ. എന്താണ് പറ്റാത്തത്? ഏത് ശശി സാറ്? നമ്മുടെ കുട്ടേട്ടൻ പറയാറില്ല. അങ്ങനെ നിങ്ങൾക്കും ഉണ്ടാ? അനിങ്ങി ഞാൻ കണ്ടതാ. നിർത്തുവോ? എന്നെ ചേച്ചിന്ന് വിളിക്കോ? അപ്പൊ ഞാൻ അപ്പമനീന്ന് വിളിക്കാം. ഓ, കൊഴപ്പില്ല. അനങ്ങിട്ട് ഞാൻ കണ്ടു. എന്തായി? എന്തെന്തായിന്നപ്പൂട്ട? എന്താണ് എന്തെന്തായിന്ന് ചോദിക്കണേ? അത് സൈക്കിളൊന്നും വേണം. ഓപ്പറ വീട്ടിക്കൊന്നും പോകണ്ടേ? ഓപ്പറ വീട്ടിക്ക. എന്താ പിന്നെ ഞാനും വരാം. അന്നൊന്ന് റെഡി ചെയ്തിട്ട് ഞാനെന്നാ പോയി മമ്മീനെ അമ്മയെ കിട്ടുവരാം. ഞാനൊന്ന് വിളിച്ചിട്ട് പുറകെ വരാം. ഓക്കെ. ശ്രീൻ്റെ മാമില്ലേ? എന്താ ഒന്ന് വരുമോ? അതൊന്ന് പിടിക്കാൻ വരുമോ? ഒന്ന് വരുമോ ശ്രീ? ക്ലാസ് കഴിഞ്ഞ് വരുമല്ലേ? ഒന്നാണ്ട് പിടിച്ചു വെക്കാനായിരുന്നു. നീ തലൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് വെക്കായിരുന്നു. ഇതൊക്കെ നമുക്ക് ഏട് വന്നിട്ട് കളയാൻ വെച്ചിരിക്കണതാ. മാറ്റി വെക്കണ ശ്രീ. ഒന്ന് പിടിക്ക് ശ്രീ. ഞാൻ വരുമ്പോ പേ നോക്കാറോ? ഒന്നുമില്ല. ചിരിച്ച് കണ്ടല്ലോ. ഞാനൊന്ന് ഇഷ്ടാന്ന് പറഞ്ഞ ശേഷം കടന്നൽ കുത്തിയ പോലെ ഇരുന്ന് മുഖം ഉണ്ടായിരുന്നു. അങ്ങോട്ട് മുഖം നോക്കാം. തപാല വയ്ക്കാനാവൂലേ? ഞാൻ ഇവിടെ ഉണ്ട്. തിരക്കില്ല വെച്ച് ഇങ്ങോട്ട് വരാൻ പറയൂ. മഹാറാണി, മോൻ കാണിച്ചതിന് നന്ദി. അഡ്രസ് പറയൂ. മനുകൃഷ്ണ, സൺ ഓഫ് കൃഷ്ണൻ നായർ, പുന്നാനത്തിൽ ഹൗസ്, ഗുരുവായൂർ. ഫ്രം അല്ല, ടു. ഫ്രം എന്നെ പറഞ്ഞേ. ടു നിന്റെ അഡ്രസ് വെച്ച പെണ്ണേ. മനുവേട്ടത് എന്ത് ഭാവിച്ചാ? ഇത് കുട്ടികളെ അല്ലാട്ടോ മനുവേട്ടാ. കുട്ടികളെ കേട്ട് കഴിഞ്ഞാണല്ലോ. അതിനൊക്കെ സമയമുണ്ട്. ഇഷ്ടാന്ന് പറയും ശ്രീ. ഞാൻ പറ ശ്രീ. എനിക്ക് ഓപ്പടെ വീട്ടിൽ പോണം ശ്രീ. ഇടയ്ക്കിടയ്ക്ക് പോകണ്ടല്ലോ ഈ ഓപ്പളുടെ വീട്ടിലേക്ക്. എന്താ കാര്യം? കല്യാണക്കാരി തേങ്ങ. നീ ഇത് വായിച്ചു വിട്ടിരുന്നോ? ഞാൻ പോവാ. ഞാൻ ഇണങ്ങിയാലും പിണങ്ങിയാലും തനിക്കെന്താ? എനിക്കിഷ്ടം. എനിക്കിഷ്ടാണ്. Thank you so much.
എന്തൊരു വെയിലാ, പാടത്തോട് നടക്കാൻ പറ്റാണ്ടായിരുന്നു, അത്രയും ചൂടാ. ഈ മേടത്തിലെ മഞ്ഞെന്നൊക്കെ കേട്ടിട്ടില്ലേ, അതിൻ്റെ. ഓ വലിയ തമാശക്കാരി. എന്താ മോക്കൊക്കെ പാടിയിരിക്കണേ? വയ്യ, പീരീഡ്സ് ആയ കാരണം. വയറുവേദനയാ? അതുകൊണ്ടാണല്ലേ ഇന്ന് മാമനും അമ്മായി മാത്രം അമ്പലത്തിൽ പോയത്? പ്ലാൻ ചെയ്തിട്ടുള്ള ആണല്ലേ ഇപ്പോൾ. ആണെങ്കിൽ അച്ഛനും അമ്മയും മാത്രമേ അമ്പലത്തിൽ പോയിട്ടുള്ളൂ. അപ്പേട്ട ഇവിടെ തന്നെ ഉണ്ട്. അപ്പല്ലേ നൻപന്തി അപ്പേട്ടാ ഇവിടെ പോയി പറഞ്ഞേക്ക്. നീ പോടി. തെറ്റി വയറ് വേനയ്ക്കുണ്ടോ? നല്ല വേന ഉണ്ടോ? ഒഴിഞ്ഞു തരണോ ഞാൻ? വേണ്ട. നീ പറഞ്ഞ കുറച്ച് ഉലുവെള്ളം ഉണ്ടാക്കി തരാം. ഉലുവെള്ളം ഉണ്ടാക്കി തരാമെന്ന്. വയറ് എനിക്ക് ബെസ്റ്റാ. വാ. അതൊക്കെ ഉണ്ട്, വാ. മനുവേട്ടാ വരുന്നു. ഉലുവ വെള്ളം വയറുവേദനയ്ക്ക് ബെസ്റ്റാ. കുറച്ച് ശർക്കരയോടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു, പക്ഷെ അവിടെ മൊത്തം തരഞ്ഞ് കിട്ടിയില്ല. അത് നമ്മ രാവിലെ കൂവപ്പൊടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞു. കുറച്ചുള്ള കുട്ടിക്ക് കുറവുണ്ടാവും. മാറിക്കോളും. ആണോ? ആരാ പറഞ്ഞേ? ഇതൊക്കെ ഉണ്ട്. വീട്ടിൽ പോയി പറഞ്ഞെന്താ? ശ്രീകുട്ടിയെ, നീ എപ്പോ വന്നു? ഞാനിപ്പോൾ വന്നപ്പോൾ ശ്രീക്ക് വയ്യാന്ന് പറഞ്ഞപ്പോൾ ഒരു ചുക്ക് കാപ്പി ഉണ്ടാക്കി. ആണോ? പനിയുണ്ടോ ശ്രീ? ഇല്ല, ചെറിയൊരു ഉള്ളു കുറച്ചില്ലല്ലോ. നീ ഇവിടെ ഉണ്ടാവോ? ആ, അച്ഛനമ്മയും പുറത്തു പോയേക്ക. അവരിനി മാമന്റെ വീട്ടിലൊക്കെ കയറിയിട്ട് വരുന്നുണ്ടാവുള്ളൂ. ഞാനാണ് ഈ പിള്ളേരോട് കളിക്കാൻ വരാൻ നേക്കും ചെയ്തു. അപ്പേക്ക് അങ്ങോട്ടൊന്ന് പോണം. അപ്പൊ അവരെന്താ എന്നെ കളിക്കാൻ വിളിക്കാഞ്ഞ്? ഇല്ലടാ, അവര് രാവിലെ മാങ്ങ പിടിക്കാൻ വന്നപ്പോഴേ അപ്പൊ പറഞ്ഞതാ. ഞാനാണെങ്കിൽ കേൾക്കും ചെയ്തു. നീ ഉണ്ടെങ്കി വാ, നമുക്ക് അമ്മൂട്ടിയോടെ ഞാൻ പറയാം ഇവിടെ വന്നിരിക്കാൻ. വെള്ളാണെങ്കിൽ ഇവിടെ ഒറ്റയ്ക്കല്ലേ ശ്രീ? അല്ല വേണ്ട, നീ പറഞ്ഞത് ശരി, ഞാൻ ഇരിക്കാം, നീ പൊക്കോ. ആണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പോവാന്ന. എടാ സെറ്റല്ലേ, ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവര് പോയേക്കണത്. അമ്മോട് പറയലേട്ടാ ഞാൻ പോയ കാര്യം. ഞാനിവിടെ പാടത്താണ് കളിക്കണത്. അപ്പൊ അവര് വരണതൊക്കെ അത് ദൂരെ നിന്ന് കാണാൻ പറ്റും. ഞാൻ അപ്പൊ തന്നെ വേഗം എത്താം. നിങ്ങൾ ഇവിടെ നോക്കിയിരുന്നോളാം, നീ അവര് വന്നാ പെട്ടെന്ന് വന്നാൽ മതി. ആടാ, ഞാനേ പട്ടത്തണ്ട് കിട്ടോ അവിടെ, സ്റ്റമ്പൊക്കെ കേടായിക്കണു. തിരുവട്ടി ഓക്കെ അല്ലേ? എനിക്കിപ്പോ കൊഴപ്പൊന്നുമില്ല. ഓക്കെ. ഞാനങ്ങ് പാതാളം വരെ പോയി. ഒരിക്കലും ഇല്ലാണ്ടായി. അമ്മേ, അമ്മേ, എന്തെന്റെ ശ്രീകുട്ടിയെ കുട്ടി, എനിക്ക് വയ്യ തോന്നി പണിയൊക്കെ കഴിഞ്ഞപ്പോ. അപ്പൊ ഒന്ന് ഇവിടെ കിടന്നതാണ്. എന്തിനാ എന്റെ മോളെ ഇങ്ങനെ പറയണെങ്ങനെ? അയ്യേ, ഇത്ര പേടിച്ചാലോ? കരയല്ലേ? എന്തിനാ പേടിക്കണേ? എനിക്കൊന്നുമില്ല. എനിക്ക് വയ്യ തോന്നിപ്പോ അവിടെ നിന്ന് കിടന്നു, അത്രേ ഉള്ളൂ. കരയണ്ടാട്ടാ, കരയണ്ട. ഞാൻ പറഞ്ഞിട്ടില്ലേ അവിടുത്തെ ഞാൻ ക്ലാസ് കഴിഞ്ഞ് മുമ്പ് തന്നെ ആവണെന്ന്? ഞാൻ ഉണ്ടാവണം വിചാരിച്ചതാണേ. അപ്പഴേക്കും ഇനി പണികൾ കഴിച്ചിട്ട് അവിടെ നിക്കാന്ന് വിചാരിച്ചതാ. അപ്പൊ വയ്യ തോന്നി, അപ്പൊ അവിടെ നിന്ന് കിടന്നതാണ്. അമ്മയ്ക്കൊന്നുമില്ല കേട്ടാ, ഒന്നുമില്ല. അമ്മ,
എന്താ മോളെ ഞാൻ മരിക്കണവരെൻ്റെ ഒപ്പം ഉണ്ടാവണേ. എന്തൊക്കെയാ ഈ പിച്ചുമയും പറയണത്? നീ മരിച്ചിട്ടാ ഞാൻ മരിക്കുക ആണോ? ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടാ നീ മരിക്കുക. അതിനല്ല അമ്മമാർ കാത്തിരിക്കണത്. അല്ലാതെ മക്കൾ മരിച്ചിട്ടിരിക്കാണ് അമ്മമാർ ഇരിക്കണത് ആണോ? എന്താ ഇങ്ങനെ വിഷമിച്ച ചെയ്യുക? എന്താ ശ്രീക്കുട്ടി നിനക്ക്? എന്താ ഇങ്ങനെയൊക്കെ പറയണ ഓരോന്ന്? ഒറ്റയ്ക്കാക്കില്ല കേട്ടാ. അമ്മ എന്നും ഉണ്ടാവും കുട്ടിയുടെ കൂടെ കേട്ടാ. ഞാൻ അതൊക്കെ പോട്ടെ. നിനക്ക് ഇഷ്ടമുള്ളൊരു സാധനം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നടക്ക് മതി, സങ്കടപ്പെട്ടത് മതി. ഇങ്ങനെയൊക്കെ വിഷമിച്ച എന്താ ചെയ്യുക? പേടിക്കണ്ട. അമ്മല്ലേ ഒപ്പം, കുട്ടിയുടെ ഒപ്പം ഉണ്ട് കേട്ടോ. അമ്മ എഴുന്നേൽക്കും. അമ്മ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ല സന്തോഷമാവും. നമുക്ക് ഇഷ്ടമുള്ളൊരു സാധനം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ ഇഷ്ടമുള്ള സാധനം പറയും? എന്താ ഇഷ്ടമുള്ള സാധനം? ശ്രീകുട്ടിക്ക് ഇഷ്ടമുള്ള സാധനം എന്താ? ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനം അതന്നെ. അതിൻ്റെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, പഴമുണ്ട്, എല്ലാം ഉണ്ട്. ശർക്കര കുറച്ച് കുറവാണ്, മധുരം കുറച്ച് കുറവാണ്. കുറച്ച് മധുരം കുറവാണ് നല്ലത്. ഇപ്പോൾ എഴുന്നേൽക്കും. കരയണ്ട, വിഷമിക്കരുത് കേട്ടോ. അമ്മ ഉണ്ട് കൂടെ. അയ്യയ്യേ, അമ്മൻ്റെ മോളെ വിട്ട് പോവില്ല. നന്നായിട്ടുണ്ട്. എഴുന്നേൽക്കും. ഉണ്ണിയപ്പം തരാം. എഴുന്നേൽക്കും. അയ്യോ, അല്ല ഈ ഡ്രസ്സ്, ഈ ജമ്പറും പാവാടയും ശ്രീക്കുട്ടിക്ക് ചേരുന്നില്ല കേട്ടോ. തീരെ നല്ല ലൂസ് ഉണ്ട്. കുഴപ്പമില്ല അമ്മ, അവർ ഗിഫ്റ്റ് തന്നല്ലേ. എന്നാലും എന്തോ ഒരു ഭംഗി കുറവ് തോന്നുന്നുണ്ട്. ഇപ്പൊ ഒരു ക്ഷീണാവസ്ഥയായി പേടിച്ചിട്ട്. എന്താ അത് കഥ? അമ്മ എന്റെ നീല ബ്ലൗസ് കാണാനില്ല. ഇതാണെങ്കിൽ ഒരു മാച്ച് വരുന്നില്ല. എന്താ ചെയ്യണം? എന്താ കിടന്ന് പെറുപിറുക്കണേ? നീല ബ്ലൗസ് കാണാനില്ല. പിന്നെ നീലല്ലേ? ഇത് വയലറ്റാ. നിങ്ങൾക്ക് കറക്റ്റ് നീലയില്ല. അമ്പലത്തേക്ക് ഞാൻ അവിടെ ഉണ്ടാവാൻ തരും. വരില്ല. എന്താ? വരില്ല. എന്നാ ശരി, ഞാൻ പോകും. ഇതിന്റെ ബ്ലൗസ് കാണാമല്ലോ അമ്മ. എങ്ങനെയാ കാണുക ബ്ലൗസ്? ബ്ലൗസ് ഒരുത്തിയില്, പാവാട ഒരുത്തിയില്. പിന്നെ എങ്ങനെയാ കാണുക? മൂടി ശരിയാക്കട്ടോ. ഞാൻ ശരിയാക്കിയാലോ. മുടി കൊണ്ട് കണ്ട വേറൊന്നും കണ്ട. അമ്മേ, നീ ഇത്തിരി ശർക്കര കാപ്പി ഉണ്ടാക്കി തരോ? എൻ്റെ കുട്ടിയെ ഞാൻ ശർക്കര കഴിഞ്ഞു എന്ന് പറഞ്ഞില്ലേ? പിന്നെ എങ്ങനെയാ ശർക്കര കാപ്പി ഉണ്ടാക്കി തരിക? ആ, ഞങ്ങളിവിടെ തെക്കണിയിലുണ്ട്. അമ്മാളു മകളുടെ വീട്ടിലേക്ക് പോയിക്കല്ലേ. ഇനിയിപ്പോ എത്ര വൈകിയില്ലേ? ഇനിയിപ്പോ ഒന്നും വരണ്ടാവില്ല. ആ, അതിപ്പോ മകളുടെ അവിടേക്ക് കൊടുക്കുക തോന്നുന്നുണ്ട്. കൊണ്ടുപോകണു. ആ കുട്ടിക്ക് എന്തോ വൈകിയ. അപ്പൊ ഇനിയിപ്പൊ അതൊന്നും കണക്കാക്കണ്ട. അപ്പൊ നീ ആ ശരി. ആ അമ്മേ, എന്താ എല്ലാരും അമ്മേനെ പാർക്കുട്ടി എന്നല്ലേ വിളിക്കണേ? അച്ഛൻ മാത്രം എന്താ അമ്മേനെ പാർവതീന്ന് വിളിക്കണേ? കാലം കുറേയില്ലേ നീ അത് കേൾക്കാൻ തുടങ്ങിയിട്ട്? നീ എന്നിട്ട് ഇപ്പൊ എന്താ ചോദിക്കാൻ കാരണം? ഒന്നുമില്ല, പറയൂ. എൻ്റെ അമ്മയും അച്ഛനും എന്നെ പാർവതി എന്ന് പേരിട്ടു. പിന്നെ അവരെന്നെ പാറുക്കുട്ടീന്ന് വിളിച്ചു തുടങ്ങി. അറിയാം. പിന്നെ വയസ്സറിയിച്ചപ്പോൾ പാർവതീന്നാക്കി. അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് വലുതായി, കുറച്ചും കൂടിയൊക്കെ വലുതായി ഇപ്പം പാറുക്കുട്ടി അമ്മേന്നാക്കി. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എല്ലാവരും എന്നെ പാർവതീന്ന് വിളിച്ചു തുടങ്ങി. നിന്റെ അച്ഛനും എന്നെ പാർവതീന്ന് വിളിച്ചായിരുന്നു അന്നും ഇന്നും. കോളേജിൽ പഠിക്കുമ്പോഴോ? ഞാൻ ഈ കഥ കേട്ടിട്ടില്ലല്ലോ. അല്ല പുറത്ത് വെച്ച്. എന്തുണ്ട് കളച്ചിരിക്കുന്നില്ലേ? സത്യം പറയോ? ഒന്ന് പോടി അവിടുന്ന്. നീ അമ്പലത്തിലേക്ക് പോകാന്ന് പറഞ്ഞതല്ലേ? നീ പൊക്കോ. പിന്നെ നിന്റെ തല തെറിച്ച അനിയനോടുണ്ടല്ലോ, കുളിച്ചിട്ടല്ലാതെ വന്നാ ഇന്ന് ഭക്ഷണമില്ല പറഞ്ഞോളൂ. ഉത്തരവ്. രണ്ടും കണക്കാ. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വന്നാൽ കുളിക്കൂല, ജപിക്കൂല. ഞാൻ പോവാ. അമ്മ മണിക്കുട്ടിക്ക് ഒരു ഉണ്ണിയപ്പം കൊടുക്കണേ. അതിന് ഉണ്ണിയപ്പം കുറച്ച് ശീലിപ്പിച്ചിട്ടുണ്ടോ നീയേ? പിന്നെന്താ? അപ്പൊ നിന്റെ കൂടെ ഉള്ളത് പൂച്ചയല്ലേ? ക്ഷീണമൊന്നുമില്ലല്ലോ? കുഴപ്പമില്ല. അമ്മായിയേ. ആ അമ്മേ, മിണ്ടരുത് നീ എന്നോട്. എത്ര തവണയായി പറയണു ഒന്ന് അവിടേക്ക് ഇറങ്ങിക്കൂടെ?
വേണമെങ്കിൽ എൻ്റെ പൽപ്പിനിയമ്മേ ഞാൻ കുറച്ച് സംഭാരം എടുക്കാം വരൂ. ശ്രീകുട്ടി വന്നില്ലേ പാറുക്കുട്ടി? അമ്മ എന്നെ കാണാൻ വന്നതാ ശ്രീകുട്ടിയെ കാണാൻ വന്നതാ? ശ്രീകുട്ടിയെ കാണാൻ വന്നത് പറഞ്ഞു കൊടുക്കും പത്മിനിയമ്മ, നമ്മള് ശ്രീകുട്ടിനെ കാണാൻ വന്നതെന്ന്. അട്ടി കിട്ടുണ്ടായിന്ന്. മുത്തശ്ശി നീ എവിടേക്കാ പോയി എന്നെ ഇവിടെ ആക്കിയിട്ട്? ഞാനേ ഒരാളെ കാണാൻ പോയിട്ടാ. யாரது சொல்றியா? അമ്മിക്കുട്ടി നീയോ? നീ ക്ഷീണിച്ചൂടെ കുട്ടി? മുത്തശ്ശി തടിച്ചിരിക്കണു. ഈ മരുന്നും ഭക്ഷണമൊക്കെ ഇപ്പോൾ നല്ലോണം കഴിക്കുന്നുണ്ട്. ആ കൃഷ്ണ ഡോക്ടർ മരുന്നേ നല്ല രസമുണ്ട്. അപ്പം നന്നായിട്ട് കഴിക്കും, ഭക്ഷണവും നല്ലോണം കഴിക്കും. അച്ഛനോട് പറഞ്ഞു ഒരു പ്രശ്നവുമില്ല, ഒരു കുഴപ്പമില്ല. എങ്ങനെ ക്ഷീണിക്കാണ്ടിരിക്കുക മുത്തശ്ശി? ഇവിടെ ഭക്ഷണം കിട്ടണമെങ്കിലേ പാറുക്കുട്ടിക്ക് കണ്ടീഷൻസ് ഒരുപാടാ. എവിടെയാ പാറുക്കുട്ടിയെ കാണാനില്ലല്ലോ. രണ്ടും കണക്കാമ്മേ. ഓരോരുത്തരിപ്പോൾ ബാറ്റും കൈ പിടിച്ചിട്ട് വരും. പട്ടത്തണ്ട് എന്ന് പറയുന്ന സാധനം ഇവിടെ ഇല്ല. എല്ലാം അവനിപ്പോൾ ബാറ്റ് ഉണ്ടാക്കാനാ. ഒരു പട്ടത്തണ്ട് കത്തിക്കാനില്ല. പിന്നെ അമ്മേ കുളിച്ച് വന്നല്ലാതെ ഞാൻ അത്താഴം കൊടുക്കേ ഇല്ല, നിർബന്ധമാണ് അത്. അങ്ങനെ തന്നെയുള്ളൂ. മനു പിന്നെ നല്ല കുട്ടിയാ, കുളിച്ചിട്ട് വരുള്ളൂ. നന്നായി അപ്പം ഞാൻ വേഗം കൊടുക്കും. പൊങ്ങി കൃഷ്ണ കൃഷ്ണ അമ്മേ ചോറ്. ഗോവിന്ദ നാരായണ ഹരേ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. എന്താ ഒരു വിഷാദഭാവം? ഒന്നുമില്ല കുട്ടിയെ. എല്ലാവരെയും ഞാനൊക്കെ കണ്ടിട്ട് കുറേ ആയി. അപ്പോൾ അതിങ്ങനെ എനിക്ക് പണ്ട് ഞങ്ങളൊപ്പം കളിച്ച് ഇതായതാണ്, ഇപ്പോൾ കാണാറേ ഇല്ല. അപ്പം അതിൻ്റെ ഒരു വിഷമങ്ങൾ തോന്നുക. നമുക്ക് മുത്തശ്ശിയമ്മയെ പോയിട്ടൊന്ന് കണ്ടാലോ? നിൻ്റെ പരീക്ഷയൊക്കെ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. ഇപ്പം അതിനവിടെ തിരക്കും അതൊക്കെ അല്ലേ, കുട്ടികളും പേരക്കുട്ടികളും എല്ലാം കൂടി. പിന്നെ അസുഖമാണ് എന്ന് പറയണ കേട്ടു. അപ്പം ഏതായാലും നോക്കാം. ഇവിടെ ഉണ്ട് മനോട്ടാ. ഞങ്ങളവിടെ എന്തിരിക്കുക? ഓർമ്മകളായവർക്ക മുത്തശ്ശി. അയവർക്കാണോ? ഞാനും കൂടാ. മുത്തശ്ശിക്ക് അനിയത്തിനൊപ്പം കളിച്ചു നടന്നതൊക്കെ ഓർമ്മ വന്നപ്പോൾ ഒരു സങ്കടം. അല്ലെങ്കിലും പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞാൽ വേറൊരു ലോകത്താവുമല്ലോ. പഴയതൊക്കെ മാറും, വീടും ഊരും വീട്ടുകാരും എല്ലാം മാറും. ഇന്നും കാണുന്ന അനിയത്തിനെ വല്ല ഓണത്തിനോ വിഷുവിനോ എപ്പോഴെങ്കിലും കാണാനായി. കുട്ടികളുടെ സ്കൂൾ തുറന്നപ്പോൾ അതൊന്നും കുറഞ്ഞു. അങ്ങനെ എല്ലാം മാറൊന്നുമില്ല. കല്യാണ ചെക്കൻ നന്നായി. ഇന്ന് കല്യാണത്തിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കുട്ടി. അതൊന്നും ഇവിടെ പ്രസക്തി ഇല്ല. മുത്തശ്ശി വരും, നമുക്ക് കഴിക്കാറായി. ശ്രീകുട്ടി ക്ലാസ്സില്ലേ? നടക്ക് വാ. അല്ല, നീ കോളേജിലൊക്കെ പഠിക്കുകയല്ലേ, ആരെങ്കിലും ഇഷ്ടമുണ്ടോ? എന്താ ശ്രീകുട്ടിയെ? ഇവര് വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ ഇങ്ങോട്ട് വന്നു. അതെ. അപ്പൊ മകനൊന്നും സമ്മതം ഉണ്ടായില്ല. മരുന്നും മന്ത്രമൊക്കെ ഉള്ളതല്ലേ, അമ്മ ഇപ്പൊ പോണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അപ്പൊ ഞാൻ എനിക്ക് ഇങ്ങോട്ട് പോകുന്നു. എന്നാ ഇവര് എന്നെ പറ്റിച്ചതാണ്, ഞാൻ അറിഞ്ഞില്ല പോകുന്നത്. എന്നിട്ട് അവിടെ ഇരുന്ന് വർത്തമാനം പറയായിരുന്നു ഞങ്ങള് പഴയ കഥകള്. ഇനി നമുക്ക് വർത്തമാനം പറഞ്ഞു. അതെ, വായാളികള് രണ്ടാളും പറഞ്ഞു ഒപ്പിച്ചതാവുമല്ലേ. ആ കാര്യത്തിൽ അവര് നല്ല മാച്ചല്ലേ. അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും മാങ്ങ പെറുക്കിയതും വെള്ളച്ചാടിയതൊക്കെ പറയാനൊരു രസമല്ലേ വാഹനവും. അതെ, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കാലോ. അതെ. മാറാണി, എന്താ അവനോട് എങ്ങോട്ട് വരാൻ പറഞ്ഞേ? മാറാണി വാ. മുത്തശ്ശി നിൽക്കുമ്പോ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? എന്തെങ്കിലും ഇട്ടുണ്ടോന്ന്. ഉണ്ട്, കോളേജ്
കോളേജിൽ നല്ല സുമുഖനും സുന്ദരനുമായ പറയട്ടെ മുത്തശ്ശിയോട്, കെട്ടിച്ച് തരുമോ മുത്തശ്ശി? ഞാൻ വരാൻ പറയട്ടെ വീട്ടിലേക്ക് പെണ്ണ് ചോദിക്കാൻ പറയട്ടെ? ഞാൻ മുത്തശ്ശിയോട് പറയാം. കൃഷ്ണൻ നായരോടെ എന്നാ വരണ അച്ഛനെ കൂട്ടിയിട്ട് വരാം, ജോലിയാവട്ടെ. എന്നിട്ട് കെട്ടിക്കൊണ്ടുപോവാ. കൊണ്ടുപോകില്ല, നമ്മളിവിടെ ഒക്കെ തന്നെ ഉണ്ടാവില്ല. ഒന്നും മാറില്ല. അമ്മായി ഞങ്ങളെല്ലാം മുറിച്ച് വരാം. വരാമ്മ. എന്താ 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 ഇവിടെയാണോ വാഴൻ്റെ ഉള്ളത്? അമ്മായി ഇതാ വരുന്നു. അമ്മേനെ ഞാൻ കൊല്ലുന്നു. 10 ബുദ്ധിമുട്ടാവില്ലേ ശ്രീക്ക്? ആവില്ല അച്ഛാ. വാഴൻ്റെ മുറിക്കാൻ വരുന്നില്ലേ? വരുമോ? ഇന്ന് മഴക്കാറ് അറിയില്ല അല്ലേ? ഇന്ന് മഴ കുറവാ, ഇന്നലത്തെ പോലെ ഇല്ല. എന്നാലും ഒരു മൂടിക്കെട്ടലുണ്ട്. വലിയ കുഴപ്പമില്ല. എന്താ കിട്ടിയേ? ഇന്ന് നിനക്ക് കോളേജിലേക്ക് ക്ലാസ്സിൽ പോകണം. പോണില്ലേ? പറയണത് കേൾക്കാൻ നീ കുടുങ്ങി. അതെ, നാളെ നീ കോളേജിൽ പോണ്ട കേട്ടോ. എന്താ? ഞാൻ പറഞ്ഞില്ലേ ഭാസ്കരേട്ട ഒരു ആലോചന കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത്. അമ്മ അടുത്ത് ഞാൻ പറഞ്ഞല്ല എനിക്കിപ്പോ കല്യാണം ഒന്നും വേണ്ടാന്ന്. ശ്രീക്കുട്ടി നമുക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടാ. അമ്മ എന്താ ഇങ്ങനെ പെരുമാറണേ? എനിക്ക് ഇഷ്ടമുള്ളപ്പോ മതി കല്യാണം കളവാണൊക്കെ. ഏത് ആലോചന കൊണ്ടുവന്നാലും അവൾക്ക് വേണ്ട. നീ ഇങ്ങനെ പറയണ എന്താ പാറക്കുട്ടിയെ? അവള് പറഞ്ഞാൽ എന്താ തെറ്റ്? അവൾക്ക് ഇഷ്ടമുള്ളപ്പോഴല്ലേ കല്യാണം കഴിക്കുക. നമ്മൾ നിർബന്ധിച്ചിട്ട് കാര്യമില്ല. അവൾക്ക് ഇഷ്ടമുള്ളപ്പോൾ കല്യാണം കഴിക്കട്ടെ. ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിക്കട്ടെ. അതിനിപ്പോൾ ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ അമ്മ അവൾക്ക് കല്യാണ പ്രായം അയക്കണു. അങ്ങനെ ഒരു ഇഷ്ടമൊന്നും അവൾക്കില്ല. അതിപ്പോൾ നിനക്കറിയോ? നീ ചോദിച്ചിട്ടുണ്ടോ അവളോട്? വായിക്കാനും പഠിക്കാനും മോഹമുള്ള സമയത്ത് പുസ്തകസഞ്ചി തൂക്കി നടക്കേണ്ട പ്രായത്തിൽ താലിമാലയാണ് കഴുത്തിൽ വീണത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം നാട്ടുകാരും വീട്ടുകാരും പിന്നെ അവിടെയുള്ള ചിട്ടവട്ടങ്ങളും ഒക്കെയും മാറി. പഴയ ഇതൊക്കെ മാറി. പിന്നെ അവനവൻ്റെ ഇഷ്ടമൊന്നും അല്ലാണ്ട് ആയി, അവിടെ ഉള്ളവരുടെ ഇഷ്ടമായി. അങ്ങനെ കഴിഞ്ഞുകൂടി ഇത്രയും കാലം. നമ്മുടെ വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും അന്യ വീട്ടുകാരുടെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ സമ്മതം വാങ്ങണം, അല്ലാണ്ട് ഒന്നും പോകാൻ പറ്റില്ല. അത് അന്നത്തെ കാലമാണ്. അതിന് എന്താ പറയുക, പഠിപ്പും കോളേജിൽ പോക്കും എല്ലാം കഴിഞ്ഞിട്ട് മതി കല്യാണം. ഉറപ്പിച്ചു വെക്കാലോ. പറഞ്ഞുറപ്പിക്കാൻ എന്താ പെൺകുട്ടികൾ വിൽപ്പന ചരക്കാണോ? അവൾക്ക് ഇഷ്ടമുള്ളപ്പോൾ അവൾ കല്യാണം കഴിക്കും. സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിക്കുക ആദ്യം നീ. ഇഷ്ടപ്പെട്ട ആളെ കിട്ടിയപ്പോഴല്ലേ നീ കല്യാണം കഴിച്ചത്? നീ എന്താ പാറുക്കുട്ടി വിചാരിച്ചത്? ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല എന്നാ? നീയും ഗോവിന്ദനും ഇഷ്ടത്തിലായിരുന്നു എന്നും ദിനേശൻ കൊണ്ടുവന്ന ആലോചന നിങ്ങളുടെ ആയിരുന്നു എന്നൊക്കെ അറിയാനുള്ളതൊക്കെ ഞങ്ങൾക്ക് ബുദ്ധിയൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി എണ്ണു. ഒന്നുമില്ലെങ്കിൽ നീ സ്കൂൾ ടീച്ചറല്ലേ? ആ ശ്രീകുട്ടി നീ അല്ലാണ്ട് ആരാ മനസ്സിലാക്കുക? അവിടെ എവിടെയെങ്കിലും മുഖം വീർപ്പിച്ചിരിക്കുന്നുണ്ടാവും. നീ ഒന്ന് പോയി സാരാക്കി വാ, ഒരു ഉമ്മ കൊടുത്തു വാ. ഒരു പാവല്ലേ അത്? നല്ല തീരുമാനം. എന്തായാലും നമ്മുടെ ശ്രീകുട്ടറെ കാര്യത്തിൽ റിസ്ക് എടുക്കണ്ട അമ്മായി. നീ എവിടെയായിരുന്നു? ഞാൻ അടുക്കളയിലുണ്ടായിരുന്നു. അതെ, കൊളിച്ചെന്ന് കേൾക്കായിരുന്നൂലേ? ഏയ്